ഹലോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഗെയിമിലേക്ക് കടന്നു കേട്ടോ. ഗെയിമിലേക്ക് കടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഒന്നുമല്ല, എങ്കിൽ കൂടെ നമ്മളൊരു വെറൈറ്റി ആക്കാമെന്നുള്ള രീതിയിൽ കുറച്ച് നല്ല ഗെയിമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. വലിയവരും കുട്ടികളൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് തന്നെയാണ് ഗെയിമൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഫാമിലിയിൽ തന്നെയുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ആർക്കും വലിയ മടിയും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും പങ്കെടുക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഓടിച്ചാടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മ്യൂസിക്കൽ ചെയറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, കസേരയൊക്കെ ഇട്ടിട്ട് ശരിക്കും ഞങ്ങൾക്ക് കസേരയൊന്നും മതിയായിട്ടുണ്ടായിരുന്നില്ല, അത്രയും ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ എന്ത് ചെയ്താൽ മാക്സിമം ഉള്ള സൗകര്യത്തിൽ ഞങ്ങൾ ആ പരിപാടി ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ആ ലാസ്റ്റ് കാണുന്ന പരിപാടിയായിരുന്നു ഞങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വെറൈറ്റി തന്നെയായിരുന്നു ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൈ തൊട്ടിട്ട് കണ്ണ് കെട്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ കൈ എന്താ പറയുക തൊട്ടറിയാമെന്നുള്ളത് അതിൽ ലാസ്റ്റ് ഞാൻ തന്നെയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ട് ഫാമിലിക്ക് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എങ്കിൽ കൂടിയും ബാക്കിയുള്ളവരും എന്താ പറയുക അതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗെയിം തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല. പ്രത്യേകിച്ചും കണ്ണ് കെട്ടിയത് കൊണ്ട് നമുക്ക് ആരാ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ എന്താ പറയുക പ്രതീക്ഷിക്കാണ്ട് വേറെ ആരെങ്കിലും കൈപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു കോമഡി ആയിട്ട് മാറുമല്ലോ. അപ്പോൾ ഈ ഒരു ഗെയിമോട് കൂട്ടിയിട്ട് നമ്മുടെ ഈ ഒരു പാർട്ടിയോട് അവസാനിക്കുകയാണ്. ബൈ.